ഞാൻ ഇന്നും ആലോചിക്കുന്നു, ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു എക്സാമിനേഷൻ നടന്നിരുന്നു. അതിൽ വിജയിക്കുന്ന വളരെ കുറഞ്ഞ കുട്ടികളെ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ആ വിജയിക്കുന്ന കുട്ടികൾക്ക് കേന്ദ്ര ഗവൺമെന്റ് 10ാം ക്ലാസ്സിന് ശേഷം ഡൽഹിയിൽ പോയി പഠിക്കുവാനും പിന്നീട് 5 വർഷം ആ കുട്ടിക്ക് പഠിക്കുവാനുള്ള സ്കോളർഷിപ്പ് കേന്ദ്ര ഗവൺമെന്റ് മികച്ച സ്കോളർഷിപ്പ് നൽകി ആ കുട്ടിക്ക് പഠനത്തിനുള്ള സൗകര്യം നൽകുകയായിരുന്നു. സ്ഥാപനത്തിലെ മുഴുവൻ കുട്ടികളും പരീക്ഷ എഴുതി നന്നായി പഠിച്ചു. പക്ഷേ ഒരൊറ്റ കുട്ടിക്കാണ് കിട്ടിയത്. ബാക്കിയുള്ള മുഴുവൻ രക്ഷിതാക്കളും നിരാശയായി. പലരും കരഞ്ഞു. എന്താ പഠിച്ചിട്ട് കാര്യം, എന്താ എക്സാം എഴുതിയിട്ട് കാര്യം? സഹോദരങ്ങളെ, പക്ഷേ ഞാൻ സംഭവിച്ചതിൽ സന്തോഷിക്കുകയില്ല. പക്ഷെ അള്ളാഹു തരാഞ്ഞത്, പഠിച്ചവർക്ക് പലർക്കും കൊടുക്കാഞ്ഞത് 4 വർഷങ്ങൾക്കോ 3 വർഷങ്ങൾക്ക് ശേഷമോ ആണ് മനസ്സിലായത്. അവൻ ഞങ്ങളുടെ കൂടെ പഠിച്ചവൻ, അവൻ ഡൽഹിയിൽ പോയി, നല്ല വിദ്യാർത്ഥിയാണ്, അമുസ്ലിം കുട്ടിയാണ്. അവിടെ എത്തി. അവിടുത്തെ ഗ്യാങ് മറ്റൊരു ടീമായിരുന്നു, ലഹരി ഉപയോഗിക്കുന്നവരായിരുന്നു. അവൻ കൂടിയില്ല. പലരും അവനെ ചേർക്കാൻ ശ്രമിച്ചു, അവൻ കൂടിയില്ല. അവസാനം കൂടാത്തവനെ അവരുടെ സ്ഥാപനത്തിൽ നടന്നൊരു ആഘോഷത്തിന്റെ അന്ന് ഹൈ ഡോസിലുള്ള സിറിഞ്ചിൽ മയക്കുമരുന്ന് കുത്തി അവന്റെ ശരീരത്തിലേക്ക് മയക്കുമരുന്ന് അടിച്ചു കയറ്റി 6 മാസം കോമയിലായി. ഇന്ന് അവൻ ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങളെപ്പോലെ 10-38 വയസ്സുണ്ടാകും. 20കാരന്റെ ബുദ്ധിയെ അവനുള്ളൂ. അന്ന് അവന്റെ ജീവിതത്തിൽ അത് സംഭവിച്ച് 6 മാസത്തെ കോമ കഴിഞ്ഞ് നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അന്ന് പരീക്ഷ ചെയ്ത വീട്ടിൽ നിന്ന് ഉമ്മമാർ പറയുന്നത് ഞാൻ ഇന്നും ശ്രമിക്കുന്നു, എന്തുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ മക്കൾക്ക് അത് കിട്ടാത്തത് എന്ന് ഇന്ന് മനസ്സിലായി എന്ന്. പല കല്യാണങ്ങളും മുടങ്ങുമ്പോ നമ്മൾ പറയില്ലേ, ഇത്ര നിസ്കരിച്ച് നോമ്പോറ്റിട്ട് എന്തേ, പള്ളിക്കൊക്കെ പോയിട്ടെന്തേ? ഉമ്മമാരെ, സ്വർഗം കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ഖൈറിന് വേണ്ടി പലരും പടച്ചു തമ്പുരാൻ തടുക്കുകയാണ്. നമ്മൾക്ക് ചില ബസ്സുകൾ ലഭിക്കാത്തത് അതിൽ അള്ളാഹു കരുതി വെച്ച ചില അപകടങ്ങളിൽ നിന്ന് നമ്മൾ അള്ളാഹു കാത്തുരക്ഷിക്കുകയാണ്. നമ്മൾക്ക് ചില സമ്പത്തുകൾ പടച്ചവൻ മുടക്കുന്നത്, ചില കാര്യങ്ങൾ അള്ളാഹു നമ്മളിൽ തടഞ്ഞു നിർത്തുന്നത് പ്രാർത്ഥന സ്വീകരിക്കാത്തത് കൊണ്ടല്ല, ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. അള്ളാഹു നമ്മുടെ പരലോകത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്.